ഹായ് ഓൾ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ പോർഷൻസ് ആണ്. വാട്ട് ഈസ് ബയോഡൈവേഴ്സിറ്റി? ജൈവ വൈവിധ്യം എന്നാണ് ബയോഡൈവേഴ്സിറ്റിയെ പറയുക. നമ്മുടെ എർത്തിൽ കാണുന്ന ഓർഗാനിസംസ്, അതിൽ പ്ലാന്റ്സ്, അനിമൽസ്, മൈക്രോ ഓർഗാനിസംസ് ഒക്കെ ഉൾപ്പെടും. ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ഓരോ ഓർഗാനിസംസും ഡൈവേഴ്സിറ്റി ഓർ വൈവിധ്യം കാണിക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എന്ന ടേം ഫസ്റ്റ് യൂസ് ചെയ്തത് എഡ്വാർഡ് വിൽസൺ ആണ്. There are different levels of biodiversity like genetic diversity, species diversity and ecological diversity. First one, genetic diversity. The variation of genes within the species. ഒരു സ്പീഷീസ് ജനറ്റിക് ലെവലിൽ കാണിക്കുന്ന ഡൈവേഴ്സിറ്റി ഓർ വൈവിധ്യത്തെയാണ് ജനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. For example, the medicinal plant Rauwolfia vomitoria shows genetic variation in the chemical റിസർപൈൻ. ഹിമാലയൻ മൗണ്ടെയ്ൻസിൽ കാണുന്ന റവോൾഫിയ വോമിറ്റാരിയ എന്ന മെഡിസിനൽ പ്ലാന്റ് ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. റിസർപൈൻ എന്നാണ് കെമിക്കലിൻ്റെ പേര്. ഈ പ്ലാന്റിൻ്റെ മെഡിസിനൽ വാല്യൂ, പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിസർപൈൻ്റെ അളവ് വിവിധ ഭാഗങ്ങളിൽ വളരുന്ന പ്ലാന്റ്സിൽ ഡിഫറെൻ്റ് ആയിരിക്കും. അത്രക്കും ഡൈവേഴ്സിറ്റി ഈ സിംഗിൾ പ്ലാന്റ് തന്നെ കാണിക്കുന്നുണ്ട്. സോ ലോകത്തിലുള്ള മറ്റുള്ള ഓർഗാനിസംസ് ഒക്കെ കൂടി എന്തുമാത്രം ഡൈവേഴ്സിറ്റി കാണിക്കും. വേറൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ 50,000-ലധികം നെല്ലും 1,000-ൽ കൂടുതൽ മാംഗോ ട്രീസും ഉണ്ട്. സെക്കൻഡ് ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഈസ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ദ ഒക്യുറൻസ് ഓഫ് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സ്പീഷീസ് വിതിൻ എ റീജിയൺ. സ്പീഷീസ് തലത്തിലുള്ള ഡൈവേഴ്സിറ്റിയാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. ഒരു റീജിയണിൽ തന്നെ ഒരുപാട് സ്പീഷീസ് കാണുന്നതാണ് സ്പീഷീസ് ഡൈവേഴ്സിറ്റി. For example, Western Ghats have greater amphibian species than Eastern Ghats. Eastern Ghatsനേക്കാളും കൂടുതൽ ആംഫിബിയൻ സ്പീഷീസ് കാണുന്നത് വെസ്റ്റേൺ ഗാഡ്സിലാണ്. ദാറ്റ് ഈസ് വെസ്റ്റേൺ ഗാഡ്സ് കൂടുതൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി കാണിക്കുന്നുണ്ട്. തേർഡ് ലെവൽ ഓഫ് ബയോഡൈവേഴ്സിറ്റി ഈസ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി അറ്റ് ഇക്കോസിസ്റ്റം ലെവൽ. ഇക്കോസിസ്റ്റം ലെവലിൽ ഉള്ള ഡൈവേഴ്സിറ്റി ആണ്. ഫോർ എക്സാമ്പിൾ, ഇൻ ഇന്ത്യ ഡെസേർട്ട്, റെയിൻ ഫോറസ്റ്റ്, മാംഗ്രൂവ്സ് എക്സെട്ര ആർ സീൻ. ഇന്ത്യയിൽ ഒരുപാട് എക്കോസിസ്റ്റംസ് കാണുന്നുണ്ട്. ലൈക്ക് ഡെസേർട്ട്, മഴക്കാടുകൾ, കണ്ടൽക്കാടുകൾ, ചതുപ്പ് നിലങ്ങൾ എക്സെട്ര. നോർവേ പോലുള്ള ഒരു കൺട്രിയുമായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യയിൽ കൂടുതൽ എക്കോസിസ്റ്റംസ് കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇന്ത്യ എക്കോസിസ്റ്റം ഡൈവേഴ്സിറ്റി കാണിക്കുന്നുണ്ട്. സോ ദീസ് ആർ ദ 3 ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി: ജനറ്റിക് ഡൈവേഴ്സിറ്റി, സ്പീഷീസ് ഡൈവേഴ്സിറ്റി ആൻഡ് ഇക്കോളജിക്കൽ ഡൈവേഴ്സിറ്റി. നെക്സ്റ്റ് ടോപ്പിക്, പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, എവിടെയാണ് സ്പീഷീസ് കൂടുതൽ, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ഒരുപോലെയല്ല. ഓക്കെ, പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും ഡിസ്ട്രിബ്യൂഷനിൽ ഒരു പാറ്റേൺ അല്ലെങ്കിൽ ഒരു ക്രമം കാണുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ഫസ്റ്റാണ് ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ്. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഈസ് മോർ ഇൻ ഇക്വേറ്റർ. സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഡിക്രീസസ് ഫ്രം ദ ഇക്വേറ്റർ ടു ദ പോൾസ്. Tropics have more species than temperate or polar areas. ഇക്വേറ്റർ റീജിയണിലാണ് കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണുന്നത്. ഇക്വേറ്ററിൽ നിന്ന് 2 പോൾസിലേക്ക് പോകുന്തോറും ബയോഡൈവേഴ്സിറ്റി റെഡ്യൂസ് ചെയ്ത് വരുന്നു. ഫോർ എക്സാമ്പിൾ, ഇക്വേറ്ററിനടുത്തുള്ള കൊളംബിയയിൽ അറൗണ്ട് 1400 സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്. എന്നാൽ ഇക്വേറ്ററിൽ നിന്ന് ഡിസ്റ്റൻസ് ഉള്ള പ്ലേസിൽ ബേർഡ്സിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്ത് വരുന്നു. ദാറ്റ് ഈസ് ന്യൂയോർക്കിലാണെങ്കിൽ 105 ടൈപ്പ് ബേർഡ്സ് ആണ്. ഗ്രീൻലാൻഡിലാണെങ്കിൽ 56 ടൈപ്പ് ബേർഡ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇന്ത്യ കാണുന്നത് ഇക്വേറ്റർ റീജിയനിലാണ്. അതുകൊണ്ട് ഇന്ത്യയിൽ 1200 ടൈപ്സ് ഓഫ് ബേർഡ്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് കാണുന്നത് ട്രോപ്പിക്കൽ റീജിയൺ ഓർ ഇക്വറ്റോറിയൽ റീജിയൺസിലാണ്. 2 പോൾസിലേക്ക് പോകുന്നവരും സ്പീഷീസിൻ്റെ നമ്പർ റെഡ്യൂസ് ചെയ്യും. ബയോഡൈവേഴ്സിറ്റി റിച്ച് ഏരിയ ഓൺ ദ എർത്ത് ഈസ് ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ്, അതർവൈസ് കോൾഡ് ലങ്സ് ഓഫ് ദ പ്ലാനറ്റ്. എർത്തിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ളത് ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ്. തെക്കേ അമേരിക്കയിലാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റ്. ലങ്സ് ഓഫ് ദ പ്ലാനറ്റ് എന്നുകൂടി ആമസോൺ റെയിൻ ഫോറസ്റ്റ് അറിയപ്പെടുന്നുണ്ട്. ദെൻ വാട്ട് ആർ ദ റീസൺസ് ഫോർ ഗ്രേറ്റ് ഡൈവേഴ്സിറ്റി ഇൻ ട്രോപ്പിക്സ്? ട്രോപ്പിക്കൽ റീജിയൺ, ദാറ്റ് ഈസ് ഇക്വറ്റോറിയൽ റീജിയണിൽ ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണാനുള്ള റീസൺസ് എന്തൊക്കെയാണ്? ദർ ആർ 3 ഇമ്പോർട്ടൻറ്റ് റീസൺസ്. ട്രോപ്പിക്കൽ റീജിയൺസ് ഹാവ് റിമെയിൻഡ് അൺഡിസ്റ്റർബ്ഡ് ഫോർ മില്യൺസ് ഓഫ് ഇയേഴ്സ്. ഒരുപാട് വർഷക്കാലം ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ നിലനിന്ന പ്ലേസസ് ആണ് ട്രോപ്പിക്സ്. അതുകൊണ്ട് ഓർഗാനിസംസിന് ഒന്നും സംഭവിച്ചില്ല. അതൊക്കെയും അതേപോലെ പ്രിസർവ് ചെയ്തു. എൻവയോൺമെൻറ്റ് ഈസ് റിലേറ്റീവ്ലി കോൺസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ലെസ് സീസണൽ. ട്രോപ്പിക്കൽ റീജിയൺസിലെ എൻവയോൺമെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരുന്നു.
ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്യുന്ന ക്ലൈമറ്റ് ആയിരുന്നില്ല, അതും ഒരു റീസണാണ്. അവൈലബിലിറ്റി ഓഫ് മോർ സോളാർ എനർജി, ട്രോപ്പിക്കിൽ കൂടുതൽ സൺലൈറ്റ് കിട്ടുന്നുണ്ട്, സോ പ്ലാന്റ്സിൻ്റെ ഒക്കെ പ്രൊഡക്ടിവിറ്റി കൂടുതലായിരിക്കും. സോ ട്രോപ്പിക്കൽ റീജിയൻസിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി കാണാനുള്ള കാരണങ്ങളിൽപ്പെട്ട 3 ആണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു ലാറ്റിറ്റ്യൂഡൽ ഗ്രേഡിയൻസ്, ദാറ്റ് ഈസ് ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ഏറ്റവും കൂടുതൽ സ്പീഷീസ് കാണുന്നത്. നെക്സ്റ്റ് വൺ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ്. ഇറ്റ് വാസ് ഗിവൺ ബൈ അലക്സാണ്ടർ വോൺ ഹംബോൾട്ട്. He observed that species richness increases with increasing explored area but only up to a limit. അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പ്രപ്പോസ് ചെയ്ത ഒരു കോൺസെപ്റ്റാണ് ഒരു പ്ലേസിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിന് അനുസരിച്ച് ഒരു പരിധിവരെ ഓർഗാനിസംസും ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതായത് ഒരു പ്ലേസിൻ്റെ ഏരിയ കൂടുതലാണെങ്കിൽ അവിടെ ഒരുപാട് ഓർഗാനിസംസ് കാണും, ചെറിയ ഏരിയ ആണെങ്കിൽ ഓർഗാനിസംസ് കുറവായിരിക്കും. ഏരിയയും സ്പീഷീസും തമ്മിലുള്ള റിലേഷൻ നമ്മളൊരു ഗ്രാഫ് രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്താൽ റെക്റ്റാങ്കുലാർ ഹൈപ്പർബോള കിട്ടും. ഏരിയയും സ്പീഷീസും തമ്മിലുള്ള ഈ ഒരു റിലേഷന് ഇക്വേഷൻ രൂപത്തിൽ റെപ്രസെൻ്റ് ചെയ്താൽ എങ്ങനെയാണെന്ന് പറയാം? S=CAZ. എസ് എന്ന് പറയുന്നത് സ്പീഷീസ് റിച്ച്നെസ് ആണ്, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് സ്പീഷീസ്. എ ഏരിയ, Z സ്ലോപ്പ് ഓഫ് ദ ലൈൻ ആൻഡ് C is the y intercept. സോ S=CAZ ഇത് ലോഗരിതമിക് സ്കെയിലിൽ റെപ്രസെൻ്റ് ചെയ്താൽ ഗ്രാഫിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ കിട്ടും. സോ എന്തായിരുന്നു അലക്സാണ്ടർ വോൺ ഹംബോൾട്ട് പറഞ്ഞത്? ഒരു പ്ലേസിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പരിധിവരെ ഓർഗാനിസംസും ഇൻക്രീസ് ചെയ്യും. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ഗ്രാഫാണിത്. എക്സാമിന് ഈ ഗ്രാഫ് തന്ന് ഐഡൻറ്റിഫൈ ദ ഗ്രാഫ് എന്ന് ചോദിച്ചാൽ സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പാണ്. ഇതിൽ ലോഗരിതമിക് സ്കെയിലും കാണാം, S=CAZ എന്നതും റെപ്രസെൻ്റ് ചെയ്ത് കാണാം. സ്പീഷീസ് ഏരിയ റിലേഷൻഷിപ്പ് ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് Z ലൈന് കിട്ടുന്നുണ്ട്, ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ലൈന് കിട്ടുന്നുണ്ട്. Z ലൈനിൻ്റെ വാല്യൂ നോക്കി ഒരു പ്ലേസിൽ എത്രമാത്രം സ്പീഷീസ് റിച്ച്നെസ് ഉണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. Z ലൈനിൻ്റെ സ്ലോപ്പ് സ്റ്റീപ്പർ ആണോ സ്റ്റീപ്പർ അല്ലേ എന്നതിനെ ബേസ് ചെയ്തും നമുക്ക് ഒരു ഏരിയയിലുള്ള സ്പീഷീസ് എത്രയാണെന്ന് പറയാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ വാല്യൂ ഓഫ് Z ലൈൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നോർമൽ വാല്യൂ, ഒരു നോർമൽ പ്ലേസിൽ എത്രയായിരിക്കും വാല്യൂ? 0.1 to 0.2. ഏത് പ്രദേശമായാലും Z ലൈനിൻ്റെ വാല്യൂ 0.1 to 0.2ക്കും ഇടയിലായിരിക്കും. ഓക്കെ, ഇനി വലിയ ഏരിയാസ് ആണെങ്കിലോ, ഇൻ ലാർജർ ഏരിയാസ് 0.6 to 1.2, 0.6 മുതൽ 1.2 വരെ ആയിരിക്കും Z ലൈനിൻ്റെ വാല്യൂ. For frugivorous, fruit-eating birds and mammals in the tropical forest of different continents, the slope is found to be 1.15. Frugivorous ആയ, that means fruit-eating ആയ ബേർഡ്സിൻ്റെയും മാമൽസിൻ്റെയും കാര്യത്തിൽ Z ലൈൻ or slope of the line or Z വാല്യൂ എത്ര ആയിരിക്കും? 1.15 ആയിരിക്കും. സ്പീഷീസ് റിച്ച്നെസ് കുറവാണെങ്കിൽ Z ലൈനിൻ്റെ വാല്യൂ കുറവായിരിക്കും, സ്പീഷീസ് റിച്ച്നെസ് കൂടുതലാണെങ്കിൽ Z വാല്യൂ കൂടുതലായിരിക്കും. That is, significance of Z line or slope of the line. It represents species richness. If the slope is steeper, that indicates a greater number of species. എന്താണ് Z line or slope of line ൻ്റെ significance or importance? ഒരു പ്ലേസിൽ സ്പീഷീസ് റിച്ച്നെസ്, ദാറ്റ് ഈസ് എത്ര സ്പീഷീസ് ഉണ്ട് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ. സ്ലോപ്പ് കൂടുതലാണെങ്കിൽ, ദാറ്റ് ഈസ് ചെരിവ് സ്റ്റീപ്പർ ആണെങ്കിൽ ആ പ്ലേസിൽ കൂടുതൽ സ്പീഷീസ് കാണുന്നുണ്ടെന്നാണ് meaning. If the slope is steeper, that indicates a greater number of species. Next topic is biodiversity loss, causes of biodiversity loss. ജൈവ വൈവിധ്യത്തിൻ്റെ നാശം. എന്തൊക്കെയാണ് കാരണങ്ങൾ? IUCNൻ്റെ ലിസ്റ്റ് പ്രകാരം കഴിഞ്ഞ 500 വർഷത്തിനുള്ളിൽ 784 സ്പീഷീസിന് വംശനാശം സംഭവിച്ചു. ഇന്നും പല സ്പീഷീസും ഡേഞ്ചർ സോണിലാണ്, അതായത് എക്സ്റ്റിങ്ക്റ്റ് ആവാൻ ചാൻസ് ഉള്ള ഓർഗാനിസംസ് ആണ്. നമ്മുടെ എർത്ത് ഫോം ചെയ്തതിന് ശേഷം ഇതുവരെ 5 തവണ കൂട്ടവംശനാശം സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഓർഗാനിസംസ് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ബയോഡൈവേഴ്സിറ്റി ലോസിന് പ്രധാന കാരണം ഹ്യൂമൻ ആക്ടിവിറ്റീസ് തന്നെയാണ്. 4 പ്രധാന കാരണങ്ങളുണ്ട്. ഇവയെ നമ്മൾ ഇവിൽ ക്വാർട്ടറ്റ് എന്ന് പറയും. ഓക്കെ, കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്, ദ ഇവിൽ ക്വാർട്ടറ്റ്. അതിൽ ഫസ്റ്റ് വൺ ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. ഇറ്റ് ഈസ് ഡ്യൂ ടു കട്ടിംഗ് ഡൗൺ ഓഫ് ട്രീസ്, ഫില്ലിംഗ് എ വെറ്റ്ലാൻഡ് ഓർ ബേണിംഗ് എ ഫോറസ്റ്റ്. മരങ്ങൾ നശിപ്പിക്കുന്നത് മൂലം അല്ലെങ്കിൽ വെറ്റ്ലാൻഡ് ഫിൽ ചെയ്യുന്നത് മൂലം, ഫോറസ്റ്റ് കത്തിക്കുന്നത് മൂലം, ഇതൊക്കെ കാരണം കൊണ്ട് ഓർഗാനിസംസിന് അതിൻ്റെ ഹാബിറ്ററ്റ്, ദാറ്റ് ഈസ് ജീവിക്കുന്ന സ്ഥലം നഷ്ടപ്പെടും.
ഇനി ദ ഫ്രാഗ്മെൻറ്റേഷൻ ഓഫ് ദ ഫോറസ്റ്റ് ഓൾസോ ലെഡ് ടു ദ ഡിസപ്പിയറൻസ് ഓഫ് മെനി സ്പീഷീസ്. നമ്മൾ ഫോറസ്റ്റിനെ ഡിഫറെൻറ്റ് ഫ്രാഗ്മെൻറ്റ്സ് ഓർ പീസസ് ആയി ഡിവൈഡ് ചെയ്താൽ ഓർഗാനിസംസിന് അത് ഹാംഫുള്ളായി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഒരു ഫോറസ്റ്റിൻ്റെ നടുവിലൂടെ നമ്മൾ ഒരു റോഡ് കൺസ്ട്രക്റ്റ് ചെയ്താൽ ഫ്രാഗ്മെൻ്റായി മാറും. ഫോറസ്റ്റ് 2 ഫ്രാഗ്മെൻറ്റ്സ് ആയി മാറും. അത് അവിടെ കാണുന്ന ഓർഗാനിസംസിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ട്രീ കട്ട് ചെയ്യുന്ന സമയത്ത് ആ ട്രീയിൽ താമസിക്കുന്ന ഒരുപാട് ഓർഗാനിസംസിന് അതിൻ്റെ ഹാബിറ്ററ്റ് നഷ്ടപ്പെടും. അങ്ങനെ ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ കാരണം ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിക്കുന്നു. വൺസ് ദ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് കവേർഡ് ദ 14% ഓഫ് എർത്ത്സ് ലാൻഡ്, നൗ ഇറ്റ് കവേഴ്സ് ഓൺലി 6%. മുമ്പ് എർത്തിൻ്റെ 14% ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴോ അത് 6% മാത്രമായി റെഡ്യൂസ് ചെയ്തു. ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ഈസ് ബീങ് കട്ട് ഫോർ കൾട്ടിവേറ്റിംഗ് സോയാബീൻസ് ഓർ ഫോർ കൺവേർഷൻ ടു ഗ്രാസ് ലാൻഡ്സ് ഫോർ റേസിംഗ് ബീഫ് കാറ്റിൽ. ലങ്സ് ഓഫ് ദ പ്ലാനറ്റ് എന്നറിയപ്പെട്ടിരുന്ന ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ സോയാബീൻ കൃഷിക്ക് വേണ്ടിയും കാറ്റിലിനെ വളർത്താൻ വേണ്ടി പുൽമേടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയും വെട്ടി നശിപ്പിച്ചു. സോ ഹ്യൂമൻ ബീങ്സ് കാരണം ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിക്കുന്നുണ്ട്. ഇത് ക്വസ്റ്റ്യനായി എക്സാമിന് എക്സ്പെക്റ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ ബയോഡൈവേഴ്സിറ്റി റെഡ്യൂസ് ചെയ്തത്? എന്തുകൊണ്ടാണ് കാരണം? സോയാബീൻ കൃഷിക്ക് വേണ്ടിയും അതേപോലെ കാറ്റിലിനെ വളർത്താൻ വേണ്ടി പുൽമേടുകൾ ഉണ്ടാക്കാൻ വേണ്ടിയും ആമസോൺ റെയിൻ ഫോറസ്റ്റിനെ ഡിസ്ട്രോയ് ചെയ്തു. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് റീസൺ, ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ. Second evil quartet is overexploitation. Overexploitation leads to biodiversity loss. Overexploitation or അമിതമായി ഒന്നിനെ നമ്മൾ ചൂഷണം ചെയ്യാം. പ്രകൃതിയിലെ ഓർഗാനിസംസിനെ അല്ലെങ്കിൽ പ്രകൃതിയിലെ വിഭവങ്ങളെ ഇതൊക്കെ നമ്മൾ അമിതമായി ഓവറായി യൂസ് ചെയ്താൽ അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്താൽ ബയോഡൈവേഴ്സിറ്റി ലോസ് സംഭവിക്കും. എക്സാമ്പിൾ, ദ എക്സ്റ്റിങ്ഷൻ ഓഫ് സ്റ്റെല്ലസ് സീ കൗ, passenger pigeon were due to overexploitation by human beings. ഹ്യൂമൻ ബീങ്സ് ഓവർ എക്സ്പ്ലോയിറ്റ് ചെയ്തത് കാരണം എക്സ്റ്റിങ്ക്റ്റ് ആയ 2 ഓർഗാനിസംസ് ആണ് സ്റ്റെല്ലേഴ്സ് സീ കൗ ആൻഡ് പാസഞ്ചർ പീജൺ. ആവശ്യത്തിന് വേണ്ടി നമുക്ക് നാച്ചുറൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യാം. പക്ഷേ അത് ചൂഷണമായാൽ, ദാറ്റ് ഈസ് ഓവർ യൂസ് ആയാൽ അത് ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണമാകും. തേർഡ് ഈവിൽ ക്വാർട്ടറ്റ് ഈസ് ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ. ഏലിയൻ സ്പീഷീസ് എന്ന് പറയുന്നത് ഫോറിൻ സ്പീഷീസ് ആണ്. New species entering a geographical region are known as exotic or alien species. അന്യനാട്ടിൽ നിന്നും സ്പീഷീസ് നമ്മുടെ ഹാബിറ്ററ്റിലെത്തുന്ന സമയത്ത് അവ നമ്മുടെ പ്രദേശത്തുള്ള പണ്ട് മുതലേ കണ്ടുവരുന്ന നാറ്റീവ് സ്പീഷീസിന് ഭീഷണിയായി മാറുന്നു. ഫോറിൻ സ്പീഷീസിനാണ് ന്യൂ സ്പീഷീസ് ഓർ എക്സോട്ടിക് സ്പീഷീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏലിയൻ സ്പീഷീസ് എന്ന് പറയും. ഫോറിൻ സ്പീഷീസും നാറ്റീവ് സ്പീഷീസും കോമ്പീറ്റ് ചെയ്യും. ഇത് കാരണം നാറ്റീവ് സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ് ആകും. Introduction of alien species to a new habitat may adversely affect the native species. Sometimes it may lead to the extinction of species. ഇതിൻ്റെ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് വൺ, ദ നൈൽ പെർച്ച് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ലേക്ക് വിക്ടോറിയ ഇൻ ഈസ്റ്റ് ആഫ്രിക്ക ലെഡ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് സൈക്ലിഡ് ഫിഷ് ഇൻ ദ ലേക്ക്. ഈസ്റ്റ് ആഫ്രിക്കയിലെ ലേക്ക് വിക്ടോറിയയിൽ നൈൽ പെർച്ച് എന്ന ഫിഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആ ലേക്കിലുണ്ടായിരുന്ന 200-ലധികം നേറ്റീവ് ഫിഷായ സൈക്ലിഡ് ഫിഷ് എക്സ്റ്റിങ്ക്റ്റ് ആയി മാറി. ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്ത നൈൽ പെർച്ചും സൈക്ലിഡ് ഫിഷസും തമ്മിൽ കോമ്പീറ്റ് ചെയ്തു. അങ്ങനെ സൈക്ലിഡ് ഫിഷ് എക്സ്റ്റിങ്ക്റ്റ് ആയി മാറി. അനദർ എക്സാമ്പിൾ, കാരറ്റ് ഗ്രാസ്, പാർത്തീനിയം, ലൻറ്റാന ആൻഡ് വാട്ടർ ഹയാസിന്ത് ഈസ് ഓൾസോ ഏലിയൻ ഇൻവാസീവ് സ്പീഷീസ്. കാരറ്റ് ഗ്രാസ്, ലൻത്താന, വാട്ടർ ഹയാസിന്ത്, കുളവാഴ ഇതൊക്കെയും നാറ്റീവ് സ്പീഷീസിന് ഭീഷണിയാണ്. The African catfish Clarias gariepinus for aquaculture purpose is a threat to the native catfishes. അക്വാകൾച്ചറിന് വേണ്ടി, മത്സ്യകൃഷിക്ക് വേണ്ടി യൂസ് ചെയ്യുന്ന ക്ലാരിയാസ് എന്ന ആഫ്രിക്കൻ ഫിഷ് നമ്മുടെ നാറ്റീവ് ഫിഷസിന് ഭീഷണിയാണ്. ഈ 3 എക്സാമ്പിൾസും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ. ഫോർത്ത് ഈവിൽ ക്വാർട്ടറ്റ് ആണ് കോ എക്സ്റ്റിങ്ഷൻ. വെൻ എ സ്പീഷീസ് എക്സ്റ്റിങ്ക്റ്റ്, ദ ആനിമൽ ഓർ പ്ലാന്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ് ഓൾസോ എക്സ്റ്റിങ്ക്റ്റ്. ദിസ് ഈസ് നോൺ ആസ് കോ എക്സ്റ്റിങ്ഷൻ. ഒരു ഓർഗാനിസം ഇല്ലാതെയാകുമ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ഓർഗാനിസം കൂടി ഇല്ലാതെയാകും. ഇതാണ് കോ എക്സ്റ്റിങ്ഷൻ. ദ എക്സ്റ്റിങ്ഷൻ ഓഫ് എ ഹോസ്റ്റ് ഫിഷ് ലെഡ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് പാരസൈറ്റ് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. ഹോസ്റ്റ് ഫിഷ് എക്സ്റ്റിങ്ക്റ്റ് ആയാൽ അതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന പാരസൈറ്റും എക്സ്റ്റിങ്ക്റ്റ് ആയി മാറും, അല്ലേ? അനദർ എക്സാമ്പിൾ, ഇൻ പ്ലാന്റ് പോളിനേറ്റർ മ്യൂച്വലിസം, എക്സ്റ്റിങ്ഷൻ ഓഫ് വൺ ലീഡ്സ് ടു ദ എക്സ്റ്റിങ്ഷൻ ഓഫ് അതർ.
പ്ലാന്റ് ഇല്ലാതെയായാൽ നമുക്കറിയാം മ്യൂച്വലിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പ്ലാന്റും പോളിനേറ്ററും തമ്മിൽ. ഫോർ എക്സാമ്പിൾ ഫ്ലവറും ബീസും തമ്മിൽ. അതിൽ ഫ്ലവർ ഇല്ലാതെയായാൽ അത് ആരെ കൂടി എഫക്റ്റ് ചെയ്യും? അതിനെ പോളിനേറ്റ് ചെയ്യുന്ന ബീസിനെ കൂടി എഫക്റ്റ് ചെയ്യും. ഇനി ബീസ് ഇല്ലാതായാൽ ഏത് ഫ്ലവറിനെയാണോ അത് പോളിനേറ്റ് ചെയ്യുന്നത് ആ ഫ്ലവർ കൂടി ഇല്ലാതാവും. സോ ദീസ് ആർ ദ 4 reasons that led to biodiversity loss. ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്, ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് എക്സാമിന് വന്നിട്ടുണ്ട്. ദ ഇവിൽ ക്വാർട്ടറ്റ്. ഏതൊക്കെയാണ് ഇവിൽ ക്വാർട്ടറ്റ്? ഹാബിറ്ററ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെൻറ്റേഷൻ, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, ഏലിയൻ സ്പീഷീസ് ഇൻവാഷൻ ആൻഡ് കോ എക്സ്റ്റിങ്ഷൻ. എല്ലാ ഓർഗാനിസംസിനും സർവൈവ് ചെയ്യണമെങ്കിൽ ബയോഡൈവേഴ്സിറ്റി നമ്മൾ സംരക്ഷിക്കണം അല്ലേ? ഹൗ ടു കൺസേർവ് ബയോഡൈവേഴ്സിറ്റി? നമുക്ക് പ്രകൃതിയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം? There are 2 types of conservation, in situ conservation and ex situ conservation. First one, in situ conservation. The conservation of organisms within natural ecosystem is called in situ conservation. ഓർഗാനിസംസിനെ അവയുടെ ഹാബിറ്ററ്റിൽ തന്നെ, അവയുടെ അതേ എക്കോസിസ്റ്റത്തിൽ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് കൺസർവേഷനാണ് ഇൻ സിറ്റു കൺസർവേഷൻ. ഫോർ എക്സാമ്പിൾ നാഷണൽ പാർക്ക്, സാങ്ച്വറീസ്, ബയോസ്ഫിയർ റിസർവ്, ഹോട്ട്സ്പോട്ട്, സാക്രഡ് ഗ്രൂവ്സ്, ഇതൊക്കെയും ഇൻസിറ്റു കൺസർവേഷനാണ്. ഓർഗാനിസംസിന് അവയുടെ ഹാബിറ്ററ്റിൽ തന്നെയാണ് കൺസേർവ് ചെയ്യുന്നത്. അവിടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് റെസ്ട്രിക്റ്റ് ചെയ്യും. ഹ്യൂമൻ ബീങ്സിന് ഒരുപാട് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഹണ്ടിങ്, കട്ടിങ് ഡൗൺ ദ ട്രീസ്, ഇതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയി ഓർമ്മിച്ച് വെക്കേണ്ടതാണ് ബയോഡൈവേഴ്സിറ്റി ഹോട്ട്സ്പോട്ട്. ദീസ് ആർ റീജൺസ് വിത്ത് വെരി ഹൈ ലെവൽസ് ഓഫ് സ്പീഷീസ് റിച്ച്നെസ് ആൻഡ് ഹൈ ഡിഗ്രി ഓഫ് എൻഡമിസം. That is, species confined to that region and not found anywhere else. കൂടുതൽ സ്പീഷീസ് റിച്ച്നെസ് കാണിക്കുന്നതും ദാറ്റ് മീൻസ് കൂടുതൽ സ്പീഷീസ് ഉള്ള എൻഡമിസം കാണിക്കുന്നതുമായ പ്ലേസിനെയാണ് നമ്മൾ ഹോട്ട്സ്പോട്ട് എന്ന് പറയുന്നത്. എന്താണ് എൻഡമിസം? ഒരു ഓർഗാനിസം ഒരു സ്ഥലത്ത് മാത്രം കാണപ്പെടുന്നു, മറ്റൊരിടത്തും കാണപ്പെടുന്നില്ല. അങ്ങനെയുള്ള ഓർഗാനിസംസിനെ നമ്മൾ എൻഡമിക് സ്പീഷീസ് എന്ന് പറയും. സോ ഒരു പ്ലേസ് ഹോട്ട്സ്പോട്ട് ആവണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയ ഉണ്ടായിരിക്കണം, എന്തൊക്കെ ക്രൈറ്റീരിയ പാലിക്കണം? അവിടെ സ്പീഷീസ് റിച്ച്നെസ് കൂടുതലായിരിക്കണം, കൂടുതൽ സ്പീഷീസ് ഉണ്ടായിരിക്കണം, എൻഡമിക് സ്പീഷീസ് ആയിരിക്കണം, എൻഡമിക് സ്പീഷീസും കൂടുതലായിരിക്കണം. സോ ദീസ് ആർ ദ 2 ക്രൈറ്റീരിയാസ് ഫോർ സെലക്ടിങ് എ പ്ലേസ് ആസ് എ ഹോട്ട്സ്പോട്ട്. ദർ ആർ 34 ഹോട്ട്സ്പോട്ട്സ് ഇൻ ദ വേൾഡ്. ഇന്ത്യയിലാണെങ്കിൽ വിച്ച് ആർ ദ ഹോട്ട്സ്പോട്ട്സ്? വെസ്റ്റേൺ ഗാട്സ് ആൻഡ് ശ്രീലങ്ക, ഇൻഡോ ബർമ ആൻഡ് ഹിമാലയ. ബയോസ്ഫിയർ റിസർവ്, നാഷണൽ പാർക്ക് ആൻഡ് സാങ്ച്വറീസ്, ഇതൊക്കെയും ഇൻസിറ്റു കൺസർവേഷനാണ്. ഇന്ത്യ നൗ ഹാസ് 14 ബയോസ്ഫിയർ റിസർവ്, 90 നാഷണൽ പാർക്ക് ആൻഡ് 448 വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്. നെക്സ്റ്റ് വൺ, സാക്രഡ് ഗ്രൂവ്സ്. എന്താണ് സാക്രഡ് ഗ്രൂവ്സ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാവ് എന്നാണ് മലയാളത്തിൽ പറയുക. സാക്രഡ് ഗ്രൂവ്സ് ആർ സ്മോൾ ഫോറസ്റ്റ് ഏരിയാസ്. All the trees and wildlife within were venerated and given total protection. For example, Khasi and Jaintia hills in Meghalaya, Aravalli hills of Rajasthan, etc. are sacred groves. ചെറിയ ഫോറസ്റ്റ് ഏരിയാസ് ആണ് സാക്രഡ് ഗ്രൂവ്സ് അല്ലെങ്കിൽ കാവുകൾ. അവിടെയുള്ള ഓർഗാനിസംസിന് കംപ്ലീറ്റ് ആയി പ്രൊട്ടക്ഷൻ നൽകും. എക്സാമ്പിൾസ് വരുന്നത് ഖാസി ആൻഡ് ജൈൻഷ്യ ഹിൽസ് ഇൻ മേഘാലയ, ആരവല്ലി ഹിൽസ് ഓഫ് രാജസ്ഥാൻ, etc. Second type of conservation method is ex situ conservation. It is the conservation of organisms outside their habitat. ഓർഗാനിസംസിനെ അവയുടെ എക്കോസിസ്റ്റത്തിൽ നിന്നും പുറത്ത് കൊണ്ടുവന്ന് മറ്റൊരു പ്ലേസിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു ആണെങ്കിൽ അതേ ഹാബിറ്ററ്റിൽ തന്നെ കൺസേർവ് ചെയ്യും. എക്സിറ്റു ആണെങ്കിൽ ആ ഹാബിറ്ററ്റിൽ നിന്നും പുറത്ത് കൊണ്ടുവന്ന് വേറൊരു പ്ലേസിലാണ് കൺസേർവ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ സോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ, സഫാരി പാർക്ക്, ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ, ടിഷ്യൂ കൾച്ചർ പ്രൊപ്പഗേഷൻ, സീഡ് ബാങ്ക്, etc. നമ്മൾ സൂസ് ഒക്കെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. സൂവിൽ കാണുന്ന അനിമൽസ് ഒക്കെയും പ്രൊട്ടക്റ്റഡ് ഓർഗാനിസംസ് ആണ്. അതായത് അവയുടെ ഹാബിറ്ററ്റിലല്ല, വേറൊരു പ്ലേസിലാണ് നമ്മൾ അവയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. എക്സിറ്റു കൺസർവേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയി നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ് ക്രയോ പ്രിസർവേഷൻ ആൻഡ് സീഡ് ബാങ്ക്സ്. ക്രയോ പ്രിസർവേഷൻ ടെക്നിക്സ് ആർ യൂസ്ഡ് ഫോർ പ്രിസർവിംഗ് ഗാമെറ്റ്സ് ഓഫ് ത്രെറ്റൻഡ് സ്പീഷീസ് ഇൻ വയബിൾ ആൻഡ് ഫെർട്ടൈൽ കണ്ടീഷൻ ഫോർ ലോങ് പീരീഡ്. ഗാമെറ്റ്സിനെ പ്രിസർവ് ചെയ്യുന്ന മെത്തേഡാണ് ക്രയോ പ്രിസർവേഷൻ. ത്രെറ്റൻഡ് സ്പീഷീസിൻ്റെ ഗാമെറ്റ്സിനെ നമുക്ക് പ്രിസർവ് ചെയ്ത് വെക്കാം. ഭീഷണി നേരിടുന്ന ഓർഗാനിസംസിൻ്റെ ഗാമെറ്റ്സിനെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും പ്രിസർവ് ചെയ്യാം. ഈ ഒരു മെത്തേഡാണ് ക്രയോ പ്രിസർവേഷൻ. സീഡ് ബാങ്ക്സ് ആർ യൂസ്ഡ് ഫോർ പ്രിസർവിംഗ് സീഡ്സ് ഓഫ് ഡിഫറെൻറ്റ് ജനറ്റിക് സ്ട്രെയിൻസ് ഓഫ്
കമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് പ്ലാന്റ്സ് ഫോർ ലോങ് പീരിയഡ്സ്. കമേഴ്ഷ്യലി ഇമ്പോർട്ടൻ്റ് ആയ പ്ലാന്റ്സിൻ്റെ സീഡ്സ് സൂക്ഷിക്കുന്ന രീതിയാണ് അല്ലെങ്കിൽ സൂക്ഷിക്കുന്ന ഒരു പ്ലേസാണ് സീഡ് ബാങ്ക്സ്. സോ 2 ടൈപ്പ് കൺസർവേഷൻ മെത്തേഡ് പറഞ്ഞു, ഇൻസിറ്റു കൺസർവേഷൻ ആൻഡ് എക്സിറ്റു കൺസർവേഷൻ. ഇൻസിറ്റു കൺസർവേഷൻ ആണെങ്കിൽ ഓർഗാനിസംസിനെ അവയുടെ ഹാബിറ്ററ്റിൽ തന്നെ കൺസർവ് ചെയ്യും. എക്സിറ്റു ആണെങ്കിൽ അവയുടെ ഹാബിറ്ററ്റിൽ നിന്നും പുറത്ത് കൊണ്ടുവന്ന് മറ്റൊരു പ്ലേസിൽ കൺസർവ് ചെയ്യും. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയ പോർഷൻസ്.